3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒന്നാമത്തെയാൾ ധനികനും മറ്റു 2 പേർ ദരിദ്രരുമായിരുന്നു. ഒരു നോമ്പുകാലത്ത് ധനികനായ സുഹൃത്ത് ഒരു നിർദ്ദേശം വെച്ചു. എല്ലാ ദിവസവും 3 പേർക്കുമുള്ള നോമ്പ് തുറ ഓരോരുത്തരുടെയും വീടുകളിൽ ഒരുക്കാം. അങ്ങനെ ആദ്യ ദിവസം ധനികന്റെ ഊഴമായിരുന്നു. അയാൾ തന്റെ സേവകരോട് വീട് വൃത്തിയാക്കാനും പാചകക്കാരനോട് സമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കാനും ആവശ്യപ്പെട്ടു. അപ്രകാരം തന്നെ എല്ലാം തയ്യാറാക്കുകയും കൂട്ടുകാർ വന്ന് സന്തോഷത്തോടെ രുചികരമായ ഭക്ഷണം കഴിച്ചു മടങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം രണ്ടാമത്തെ കൂട്ടുകാരന്റെ ഊഴമായിരുന്നു. ദരിദ്രനായ അയാൾ തന്റെ ഉമ്മയോട് കാര്യങ്ങൾ പറയുകയും ധനികനായ സുഹൃത്ത് തയ്യാറാക്കിയ വിഭവങ്ങളെക്കാൾ ഒട്ടും കുറവ് വരുത്തരുതെന്നും ആവശ്യപ്പെട്ടു. അത് കേട്ട മാതാവ് ആശ്ചര്യത്തോടെ പറഞ്ഞു, മോനെ, പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന നമുക്ക് സമൃദ്ധമായ ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാണ്? അയാൾ ദേഷ്യത്തോടെ അട്ടഹസിച്ചു, നിങ്ങൾ എന്തു ചെയ്തിട്ടാണെങ്കിലും ശരി, എന്റെ സുഹൃത്തുക്കളെക്കാൾ കുറഞ്ഞു പോകാനോ അവരുടെ മുമ്പിൽ ഒരു ദരിദ്രനായി മാറാനോ എനിക്ക് കഴിയില്ല. അത് കേട്ട് അയാളുടെ മാതാവ് അടുത്ത വീടുകളിൽ നിന്നും മറ്റും കടം വാങ്ങിയും പ്രയാസപ്പെട്ടും വിഭവസമൃദ്ധമായ സൽക്കാരമൊരുക്കി. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ സുഹൃത്തിന്റെ ഊഴമായിരുന്നു. പാവപ്പെട്ട അയാൾ തന്റെ ഉമ്മയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ ദേഷ്യത്തോടെ അവർ അവനെ കുറ്റപ്പെടുത്തി. നിനക്ക് അവരുടെ ക്ഷണം സ്വീകരിക്കാതിരുന്നുകൂടായിരുന്നു? എന്നാൽ ഈ പ്രയാസം ഒഴിവാക്കാമായിരുന്നില്ലേ? അവർക്ക് യോജിക്കുന്ന എന്ത് ഭക്ഷണമാണ് നമ്മൾ നൽകുക? അയാൾ മാതാവിന്റെ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, അവരുടെ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു ഉപായം തോന്നുന്നു. രണ്ടാമത്തെ സുഹൃത്ത് ചെയ്തതുപോലെ പ്രയാസപ്പെട്ട് ഭക്ഷണം തയ്യാറാക്കേണ്ട. നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ എടുത്തു വെക്കൂ. എനിക്കതിൽ ലജ്ജയൊന്നുമില്ല. അങ്ങനെ നോമ്പ് തുറ സമയമായി. സുഹൃത്തുക്കൾ വന്നു. പക്ഷേ അല്പം കാരക്കയുള്ള ഒരു പാത്രവും വെള്ളവും പാലും കുടിക്കാനുള്ള കപ്പുകളും ഒരു പാത്രത്തിൽ പുഴുങ്ങിയ മുട്ടയും മാത്രമായിരുന്നു അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. മഗ്‌രിബ് ബാങ്കിന്റെ സമയമായി. സുഹൃത്തുക്കൾ നിസ്കാരം പൂർത്തിയാക്കി ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുത്തു വന്നപ്പോൾ നേരത്തെ ഒരുക്കിയ സാധനങ്ങളാണ് കണ്ടത്. ദരിദ്രനായ രണ്ടാമത്തെ സുഹൃത്ത് ഭക്ഷണ വിഭവങ്ങൾ കണ്ട് വീട്ടുകാരനായ സുഹൃത്തിനോട് പറഞ്ഞു, ഇതാണോ ഞങ്ങൾക്കുള്ള നിന്റെ സൽക്കാരം? ഇത് ആദ്യമേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. ആ സമയത്ത് ധനികനായ ഒന്നാമത്തെ സുഹൃത്ത് കടന്നു വന്നു. വീട്ടുകാരനെ പ്രശംസിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. സത്യം പറയാലോ, കുറെ കാലമായി ഞാൻ മുട്ട കഴിച്ചു നോക്കിയിട്ട് എന്തു രുചിയാണിത് എന്ന് പറഞ്ഞ് അയാൾ ആവേശത്തോടെ ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം കേട്ട രണ്ടാമത്തെ സുഹൃത്ത് അത്ഭുതപ്പെട്ടു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതിനിടയിൽ പറഞ്ഞു, ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ. നിന്റെ ഈ ഭക്ഷണമൊന്നും എനിക്ക് മതിയാവില്ല. അയാൾ പുറത്തുപോയി. വീട്ടുകാരനും ധനികനായ സുഹൃത്തും തനിച്ചായി. ഭക്ഷണം കഴിച്ച ശേഷം ദരിദ്രനായ വീട്ടുകാരനായ സുഹൃത്ത് സമ്പന്നനായ സുഹൃത്തിനോട്, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ സുഹൃത്തിനെ പോലെ താങ്കൾ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു. ധനികനും മാന്യനുമായ ആ സുഹൃത്ത് മറുപടി പറഞ്ഞു, സഹോദര, സമ്പത്തും ഭക്ഷണവും ഒരാളുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നില്ല. ഇതെല്ലാം നൈമിഷികം മാത്രമാണ്. ഒരു പക്ഷേ താങ്കൾ എന്നെക്കാൾ വലിയ സമ്പന്നനാകുന്ന ഒരു ദിവസം വന്നേക്കാം. എനിക്ക് നിങ്ങൾ 2 പേരുടെയും യഥാർത്ഥ അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ വീട്ടിലായി ഭക്ഷണമൊരുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും മനസ്സിലാക്കാമല്ലോ. താങ്കളുടെ ദൃഢനിശ്ചയത്തിന് ഒരുപാട് നന്ദി. നമ്മുടെ മറ്റേ സുഹൃത്തിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനും സൗഹൃദത്തിന് പറ്റിയ ആളല്ലെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞല്ലോ. അയാൾ എൻ്റെ മുമ്പിൽ വെച്ച് താങ്കളെ മോശമാക്കുന്നതും പിണങ്ങിപ്പോകുന്നതും ഭക്ഷണത്തിനു വേണ്ടി സൗഹൃദം നഷ്ടപ്പെടുത്തുന്നതുമെല്ലാം കണ്ടതല്ലേ? താങ്കളും അയാളും തുല്യരായിട്ട് പോലും എൻ്റെ മുമ്പിൽ സമ്പന്നനാണെന്ന് വരുത്തി തീർക്കാൻ അയാൾ അഹങ്കാരം നടിക്കുകയായിരുന്നു. താങ്കൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാട്യങ്ങൾ തീർക്കാതെ സത്യസന്ധമായി ജീവിക്കുന്നു. താങ്കളെ യഥാർത്ഥ സുഹൃത്തായി കൂടെ കൂട്ടാമെന്ന് എനിക്ക് ബോധ്യമായി.